കർത്താവിൽ സ്നേഹവന്ദനം. നോമ്പിൻ്റെ 2-ാം ദിനത്തിൽ അന്ത്രയോസ് ശ്ലീഹായെ നമുക്ക് പ്രത്യേകമായി ഓർക്കാവുന്നതാണ്. മൂത്തവനായിരിക്കുന്ന പത്രോസ് അപ്പോസ്തലനേക്കാൾ മുൻപേ യേശു തമ്പുരാനെ അനുഗമിച്ചവൻ എന്ന നിലയിലാണ് യോഹന്നാൻ അപ്പോസ്തലൻ്റെ സുവിശേഷത്തിൽ അന്ത്രയോസ് ശ്ലീഹായെ കാണുന്നത്. തൻ്റെ നിയോഗങ്ങളെ മനോഹരമായി പൂർത്തീകരിക്കുകയും നിശബ്ദമായി നിൽക്കുകയും ചെയ്തവരിൽ ഒരുവനായി ശ്ലീഹായെ നമുക്ക് കാണാം. ഇന്നത്തെ തുർക്കി, ഗ്രീസ് പ്രദേശങ്ങളിൽ യേശു തമ്പുരാൻ്റെ സുവിശേഷം അറിയിക്കുകയും അവസാനം ഗ്രീസിൽ വച്ച് രക്തസാക്ഷിത്വം പ്രാപിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പാരമ്പര്യം. നിശബ്ദനായി നടന്നാലും ശ്രേഷ്ഠരായിരിക്കുന്നവരെ ദൈവസന്നിധിയിലേക്ക് വിളിച്ചു ചേർത്തവൻ എന്ന നിലയിൽ അന്ത്രയോസ് ശ്ലീഹ ഉയർന്നു നിൽക്കുന്നു. അതുതന്നെയാണ് നമ്മളെ ഇന്നത്തെ ദിവസം നയിക്കേണ്ട ചിന്തയും. ദൈവകൃപയിൽ ജിൻസച്ചൻ.